ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ കുറയുന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട റീസൺസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇൻ കേസ് ഈ വീഡിയോ കാണുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരോട് അട്രാക്ഷൻ കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്റ്റിംഗ് ഹെർ ടു ലീഡ് എന്നുള്ളതാണ്. അഥവാ അവൾ ലീഡ് ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്നുള്ള ഒരു ചിന്തയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീക്ക് ആ വ്യക്തിയോടുള്ള അട്രാക്ഷൻ നഷ്ടപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്വന്തമായിട്ടുള്ള പ്ലാൻസ്, സ്വന്തമായിട്ട് ആക്ഷൻസ് എടുക്കുക, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കുക, അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനങ്ങളും പ്ലാൻസുകളൊക്കെ ഉള്ള ആളുകളെയാണ്. അങ്ങനെ ഇല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കരിയറിൽ എന്നുള്ളത് ഭാര്യയോട് ചോദിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കാമുകിയോട് ചോദിക്കുക, അല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള ഒരു ലേഡിയോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, അഥവാ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള പാഷൻ ഉണ്ടായിരിക്കണം, ആക്ഷൻ എടുക്കാൻ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ അവരെ ആശ്രയിക്കരുത്. മറ്റുള്ള ഡിസിഷൻസ് നമുക്ക് ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യം. ഇപ്പോൾ ഒരു ടൂർ പോവുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ആണ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതല്ലാതെ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് അഭിപ്രായം ചോദിക്കുക, അവർ പറയുന്ന പോലെ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയെ പോലെ ആയിരിക്കും അവർ കാണുക, നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഈ വീഡിയോ കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ആക്ഷൻ പുറത്തുനിന്ന് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സ്വന്തം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോഴേ ആ ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഒരു എന്താ പറയുക ആരാധന തോന്നത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ രീതിയിൽ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണം എന്നില്ല, പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു 90% സ്ത്രീകളും അത്തരത്തിലുള്ള പുരുഷന്മാരോടാണ് കൂടുതൽ അവർക്ക് അട്രാക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗ്ലക്റ്റിംഗ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ നിങ്ങളെ തന്നെ അവഗണിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഐ മീൻ സെൽഫ് കെയർ കുറക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വന്തം ശരീരം നോക്കാതെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക, തടിക്കുക. അഥവാ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തടിക്കുന്നവരുണ്ട്, ചില ആളുകളുടെ ബോഡി അങ്ങനെ ആയതുകൊണ്ട് തടിക്കുന്നതുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഈ ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ തടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തീരെ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് ഹെൽത്ത് മോശമാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ ചെയ്യാതിരിക്കുക, നമ്മളെ തന്നെ കെയർ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു അട്രാക്ഷൻ കുറയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോട് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഫിസിക്കലി എപ്പോഴും ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിന് വേണ്ട ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഭക്ഷണത്തിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുത്തുക. അതൊക്കെ നല്ലതാണ്. അങ്ങനെ ചെയ്യാതെ ഇരിക്കുമ്പോൾ സമയത്ത് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയും എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നെഗ്ലക്റ്റിംഗ് യുവർ സെൽഫ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ അട്രാക്ഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ടെക്കിൻ്റെ ഒരു യുഗമാണ് അല്ലേ. ടെക്നോളജി ഒരുപാട് വളർന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്, ടാബ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ. പലരും ഇന്ന് ഗെയിം കളിക്കുന്നവരുണ്ട്, സോഷ്യൽ മീഡിയ പേജസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, കുറേ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന പോയിന്റ് ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ്. അഥവാ
സ്ഥിരമായിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളൊരു വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാമുകനോ കാമുകിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രഷ് ഉണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയും. നിങ്ങൾ ഈ കൂടുതൽ സമയം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് കുറച്ച് ലിമിറ്റ് ചെയ്യുക. എപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ ഫുൾ ടൈം അതിൽ എൻഗേജ്ഡ് ആവാതിരിക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ലിസൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് നല്ലതായിരിക്കും. ഇനി നാലാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ കെയർ. ഓവർ കെയർ മീൻസ് പൊസസീവ്നെസ് ആവാം, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഓവറായിട്ട് എപ്പോഴും ഇപ്പോൾ അവിടെ എത്തിയോ എന്ന് വിളിച്ചു ചോദിക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോ, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുക, എവിടെ എത്തി, എന്തായി എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഓവർ കെയറിങ് ആയി. ഇവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കാം, അവിടെ എത്തിയോ എന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു ചോദിക്കുക. ഒരു 2 തവണയൊക്കെ, അല്ലെങ്കിൽ ഒരു തവണ വിളിച്ചാൽ മതി. ഇത് ഒരു 10 തവണ വിളിക്കുന്നു, അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താവും, ഡിസ്റ്റർബൻസ് ആവും അല്ലേ. അതുപോലെ തന്നെ വേറെ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ഓവർ കെയറിങ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അയാൾക്ക് ഒരു പ്രൈവസിയും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ ഓവർ കെയറിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഉപദേശം എന്ന് പറയുന്നത്. ഉപദേശം ആർക്കും ഇഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകളോടൊക്കെ ഒരുപാട് അവരെങ്ങനെ ഉപദേശിക്കുക. അവർക്ക് ഈ കാര്യങ്ങൾ അറിയാനായിട്ടൊന്നും ആയിരിക്കില്ല, അവർക്ക് അങ്ങനെ ആവാനായിരിക്കും ഇഷ്ടം, അവർക്ക് അവരായിട്ട് ജീവിക്കാനായിരിക്കും ഇഷ്ടം ചിലപ്പോൾ, അതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ഉപദേശിക്കാതെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു, മിസ്റ്റേക്ക് കണ്ടു, ഒരു തവണ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവേണ്ടവരാണെങ്കിൽ, അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഉപദേശിച്ചിട്ട് അവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ കളയേണ്ട ആവശ്യമില്ല. അത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശിക്കാം, മനസ്സിലായോ. അപ്പോൾ ഈ ഓവർ കെയറിങ് ആണെങ്കിലും ഓവർ ഉപദേശമാണെങ്കിലും, ഓവർ എന്നുള്ള വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് രണ്ടും ഡേഞ്ചറാണ്, നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാമുകി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ നഷ്ടപ്പെടത്തില്ല. നല്ല രീതിയിൽ വൈബായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.